ഹായ്, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 10-16 വർഷത്തെ സാക്രിഫൈസിന്റെ ഒരു സ്റ്റോറിയാണിത്. +1 പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. +2 അവസാനമായിട്ട് സ്റ്റേജിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തത്. നിങ്ങൾക്കറിയാലോ, ലക്ഷദ്വീപിൽ അങ്ങനെ ഡാൻസും പാട്ടും ഇതൊന്നും പഠിപ്പിച്ചിടാൻ ആരുമില്ല. നമ്മൾ സ്വയമാണ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്. പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടിട്ട് ഞാൻ സങ്കടപ്പെടുന്ന വീഡിയോ ആണെന്നൊന്നും വിചാരിക്കരുത്. പലപ്പോഴും ഞാൻ എന്റെ ടോണ് കുറച്ച് ഡൗൺ ആകുമ്പോഴേക്കും ആൾക്കാർ മെസ്സേജ് അയക്കുക, എനിക്ക് കരഞ്ഞുകൊണ്ടുള്ള സങ്കടമുള്ള വീഡിയോ ഒന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്താ, ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് സങ്കടം വന്നാൽ കരയണ്ടേ, ചിരി വന്നാൽ ചിരിക്കണ്ടേ, വിശപ്പ് വന്നാൽ ആഹാരം കഴിക്കണം, ഞാനും മനുഷ്യനാണ് ഹേ അല്ലേ? ഇത് നല്ല പേക്കൂത്ത്. ഓക്കെ, കം ടു ദ പോയിന്റ്. ജീവിതത്തിൽ കടന്നു വന്നവരാരും എന്നെ കലാപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ അത് മാറ്റിവെക്കാൻ ഞാൻ റെഡിയാണ്. അതെല്ലാ കാര്യം ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആർക്കൊക്കെ വേണ്ടിയാണെന്നോ ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അവസാനം അവരൊക്കെ പോയി, ഞാൻ തനിച്ചായി. അങ്ങനെ എന്നെ ലൈഫ് കൊണ്ടെത്തിച്ച ഡീപ്പ് ഡിപ്രഷനിലോട്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ എന്നുള്ള വാക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എനിക്കറിയാം അതിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. അതിനുശേഷമാണ് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ കുറെ ഇഷ്ടങ്ങളുണ്ട്, അതും കൂടി ചേർത്ത് മുമ്പോട്ട് പോവാം. അതൊക്കെ എന്റെ ഇഷ്ടങ്ങളായിരുന്നു, അതൊക്കെ ഞാനായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി ഞാൻ അന്ന് ആ 10-16 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ആ ഡാൻസ് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കല്ലേ വിലക്കും, എനിക്കല്ലേ ബുദ്ധിമുട്ട്, എനിക്കല്ലേ കയറാൻ പറ്റാത്ത സ്റ്റേജില്, എനിക്കല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ പ്രശ്നമില്ലാത്ത എന്റെ ഫ്രണ്ട്സിന് ഞാൻ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കും, കൊറിയോഗ്രാഫി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, അവർക്ക് അതിനുള്ള ഡ്രസ്സിന് വേണ്ടി ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കും, എന്നിട്ട് അവരെ ഒരുക്കും, സ്റ്റേജിൽ കൊണ്ടുപോയി കയറ്റി അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്നെ തന്നെയാണ് ഞാൻ അവരിൽ കാണുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി സ്റ്റേജിൽ കയറാൻ പോവാണ്. ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. I'm nervous. Next we have a cinematic dance by Heyachi and team. Heyachi and team with a loud round of applause. Oh my God, guys, ലോകം കീഴടക്കിയ സന്തോഷം. അപ്പൊ അത്രേ ഉള്ളൂ. ഇത്രയും കാലം കൊണ്ടുവരുന്ന ആ ഭാരം ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ വേദിയിൽ.